ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ പറഞ്ഞ പോലെ സിംപ്ലിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇന്നലെ കണ്ട പോലെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. Simplification. First question, 50 into 2 into 3 into 5. Answer പറയൂ. ആയിരത്തി അഞ്ഞൂറ്. കഴിഞ്ഞോ? ആയിരത്തി എത്ര കിട്ടി? ഈ ആണോ? 3 ആദ്യം മൾട്ടിപ്പിൾ ചെയ്യാം. 2 into 3 6. 6 5s are 30. ഓക്കെ, 50 into 30 1500. കറക്റ്റ്. നെക്സ്റ്റ് വൺ ഇസ് 50 divided by 5 plus 10 divided by 2 plus 15 divided by 3, which is equal to അപ്പോൾ 50-ൽ 5 10 തവണയുണ്ട്, 10-ൽ 2 5 തവണ, 15-ൽ 3 5 തവണ. സോ 10 + 5 + 5 10 + 5 + 5 20. കറക്റ്റ് കറക്റ്റ് കിഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് 11 കേട്ടോ. 20.08 plus 20.008 plus 20.0008 plus 20 is equal to what? ആ പോയിൻ്റൊക്കെ ഒരേ ലൈനിൽ വരുന്ന പോലെ എഴുതിയിട്ട് ചെയ്യൂ കേട്ടോ.
ദയ ചെയ്യുന്നുണ്ട്. ദയ ദയ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് ആ റീഡിങ് കോംപ്രിഹെൻഷൻ അയച്ചു തരണം കേട്ടോ. നമ്മുടെ മൊബൈലിൽ ഉണ്ടാവും, എടുത്ത് നോക്കിയിട്ട് അയച്ചതായോ. റീഡിങ് കോംപ്രിഹെൻഷൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അയച്ചിട്ടുണ്ട് 3 ഇംഗ്ലീഷിൽ. അതിൽ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 3-മത്തത് നീ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അയക്കണം. വായിക്കുക, അതിരുന്ന് വായിക്കുക. വായിച്ചിട്ട് അറിയാത്ത വേർഡുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. എന്നിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് മീനിങ് മനസ്സിലാക്കുക. അതിൻ്റെ താഴെ ആൻസേഴ്സ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും. അതെടുത്ത് എഴുതുക. അതിലങ്ങനെ ഇല്ല എങ്കിൽ ഒരു PDF ലാസ്റ്റായിട്ട് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ PDF-ലുണ്ട്. ആണോ നോക്കാം. 20.08, 20.008, 20.0008, 80.0888 ആണോ? ശരി. ഇപ്പോൾ ഇവിടെ 20 മാത്രമേ ഉള്ളൂ. നമ്മൾ പോയിൻ്റ് വെച്ചിട്ട് 4 സൈഫർ ആഡ് ചെയ്യുന്നു. ബാലൻസ് ഉള്ള സ്പേസിലൊക്കെ നമ്മൾ സൈഫർ ഇട്ട് കൊടുക്കുക. താഴെ 4 പോയിൻ്റ് ശേഷം ഇവിടെ താഴെ പോയിൻ്റ് ശേഷം 4 ഡിജിറ്റ് ഉള്ളത് കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി അവിടെയൊക്കെ 0 ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ആഡ് ചെയ്യുക. ഇവിടെ 8, 8, 8, 0. ഇവിടെ 4, 20 ഉണ്ട്. സോ 80. കറക്റ്റാണ് കിഷാൻ, സൂപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ. (0.50 plus 0.15 plus 0.05) ഇതൊരു സ്ക്വയർ ബോക്സിലാണ്. ഇൻറ്റു 2/7. 2007 ചോദിച്ച ക്വസ്റ്റ്യനാണിത്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ 2010 ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ.
പറയട്ടെ. 2.45. 2.45. ഓക്കെ, നോക്കാം. സോ 0.50. ദയ ട്രൈ ചെയ്യേണ്ട ദയ. അവന്തിക പിന്നെ ഒന്നും ഉണ്ടില്ല. 5 + 5 10. ഇവിടെ 1, ഇവിടെ 7 കിട്ടി. 0.70 കിട്ടി. ഇൻറ്റു 2/7 ഇതാണ് ആൻസർ കിട്ടുന്നത് നിങ്ങൾക്ക്. ഇതിൽ ഈ 7 കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 17 മേലെ വെച്ചിട്ട് ഈ പോയിൻ്റ് ശേഷം എത്രയാണ് ഉള്ളത്? രണ്ട് സ്ഥാനമാണുള്ളത്. സോ നമ്മൾ 100 എന്ന് എഴുതി കൊടുക്കുക. ഇൻറ്റു 2/7. 7 70ൽ എത്ര ടൈംസ്? 10 ടൈംസ്. 10 100ൽ 10 ടൈംസ്. സോ ആൻസർ 2/10. ഇത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1/5. ഒന്നെങ്കിൽ ഓപ്ഷനിൽ 1/5 എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. (0.50, 0.15, 0.05). സോറി കേട്ടോ, എൻ്റെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. എൻ്റെ ഡിവിഷനാണ് കേട്ടോ, സോറി, ഡിവിഷനാണ്. അപ്പോൾ ആൻസർ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൻസർ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 1.1/5 എന്ന് വരും. അല്ലെങ്കിൽ 0.50 + 0.15 അല്ലേ? നമ്മൾ ആദ്യം ഡിവിഷനല്ലേ ചെയ്യേണ്ടത്. 0.15 ÷ 0.05 ഇത് ആദ്യം ചെയ്യുന്നുണ്ടാവും. ഇൻറ്റു 2/7. ഇപ്പോൾ ഇതിൽ രണ്ടിലും പോയിൻ്റ് ശേഷം 2 ഡിജിറ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോയിൻറ്റിനെ കളയുക അല്ലേ? പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ്, പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ആണെങ്കിൽ രണ്ടും സെയിം ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പോയിൻറ്റിനെ കളയാം. സോ 15 ÷ 5 എന്ന് എഴുതി കൊടുക്കുക. എന്താ കാരണം? 0.15 ÷ 0.05 എന്ന് പറയുമ്പോൾ 0.15 പറഞ്ഞാൽ എന്താ? 15/100. 0.05 പറഞ്ഞാൽ 5/100. അപ്പോൾ 15/100 ഇൻറ്റു, ഇവിടെ ഡിവിഷനാണ്, നമ്മൾ ഇൻറ്റു കൊടുത്തിട്ട് ഇതിനെ ഉൾട്ടയായിട്ട് എഴുതണം. സോ 100/5. ഇതും ക്യാൻസലാവും. ഇതും 3 തവണ വരും. സോ 15 5 3 തവണ ഇൻറ്റു 2/7. ഇത് ആദ്യം സോൾവ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. സോ ഇവിടെ കിട്ടുന്നത് 3.5. ഇവിടെ വെറും നമ്പറാണ്, പോയിൻ്റ് വയ്ക്കാതെ നമ്പറാണ്. സോ 0.5 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 3.5 ആണ്. അത് ഞാൻ എഴുതി. ഇൻറ്റു 2/7. ഇപ്പം നോക്കൂ, 3.5നെ 35/10 എന്ന് എഴുതാം. പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ 1ൻ്റെ ശേഷം ഒരു സൈഫർ. 2/7. 7 35ൽ 5 ടൈംസ് ഉണ്ട്. 2 10ൽ 5 ടൈംസ് ഉണ്ട്. സോ 5ഉം 5ഉം ക്യാൻസൽ ആയി. 1 ടൈം 1 ടൈം. ഫൈനൽ ആൻസർ 1. 1/1 പറഞ്ഞാൽ എന്താ? 1 തന്നെയാണ് ആൻസർ. എഴുതിയെടുക്കുമോ? ഇനി ഡൗട്ട് ഉണ്ടോ നോക്കൂ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. ഇങ്ങനെ ചോദിക്കും കേട്ടോ ക്വസ്റ്റ്യൻസ്. കുറച്ച് വേർഡ്സ് ഒക്കെ വെച്ചിട്ട് ചോദിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് സിംപ്ലിഫിക്കേഷൻ of the expression 2.5 division 0.5 into 0.1 minus 0.05 watt. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ലൈനിലോട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ലൈൻ വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ദി എക്സ്പ്രഷൻ പറഞ്ഞാൽ ജസ്റ്റ് ഈ ലൈനിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. So 2.5 division 0.5 into 0.1 minus 0.05 മാത്രം ചെയ്ത് ആൻസർ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? ഇതാണ് ആൻസറായിട്ട്. ഇതെന്താണോ സോൾവ് ചെയ്ത് കിട്ടുന്നോ അത് തന്നെയാണ് ആൻസർ. സോ 2.5 ഡിവൈഡ് ബൈ 0.5 ഇൻറ്റു 0.1 ഡിവൈഡ് ബൈ 0. അല്ലല്ല, ഇവിടെ മൈനസ് ആണേ. മൈനസ് ആണ്. സോ 0.1 മൈനസ് 0.05. ആദ്യം നമ്മൾ ഈ 2.5നെയും 0.5നെയും ഡിവൈഡ് ചെയ്യുക. 2.5ൽ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ്, ഇവിടെയും ഒരു ഡിജിറ്റ്. അപ്പോൾ നമ്മൾക്കത് ഇനി നോക്കേണ്ട ആവശ്യമില്ല, രണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ 25/5 എന്ന് മാറും. ഇൻറ്റു 0.1 മൈനസ് 0.05. 25ൽ 5 ടൈംസ് ഉണ്ട്. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. 5 ഇൻറ്റു 0.1. 5 ഇൻറ്റു 0.1 എന്താണ്? 5നെയും 1നെയും മൾട്ടിപ്പിൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ് അല്ലേ വന്നിരിക്കും. അപ്പോൾ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ് വരുന്ന രീതിയിൽ എഴുതിയെടുക്കുക. മൈനസ് 0.05. സോ 0.5 മൈനസ് 0.05. ഇവിടെ ഒന്നുമില്ലാത്ത കാരണം 0 ഇട്ട് കൊടുക്കുക. മൈനസ് ചെയ്തിട്ട് ആൻസർ പറയാം. മൈനസ് ചെയ്തിട്ട് എന്ത് വരണമെന്ന് ആൻസർ പറയൂ ഇഷാൻ. എത്രയാണ്? സൂപ്പറാണ് കിഷാൻ, കറക്റ്റാണ്. 0.45 ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. 14. രണ്ടുപേരും ഉറങ്ങാൻ തോന്നൂട്ടാ. അവന്തികയും ദയും രണ്ട് സൈലൻ്റായിട്ടുണ്ട്. ഇതൊന്ന് സോൾവ് ചെയ്യൂ. ഒന്നുമില്ല. 1 + 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 0.1. എങ്ങനെയെന്ന് വെച്ചാൽ 1ൻ്റെ ശേഷം ഒരു 0 തന്നെ ഉള്ളൂ. അപ്പോൾ പോയിൻ്റ് ശേഷം ഒരു സ്ഥാനം വരുന്ന രീതിയിൽ എഴുതിയാൽ മതി. പ്ലസ് 1ൻ്റെ ശേഷം 2 സൈഫർ ഉണ്ട്. അപ്പോൾ പോയിൻ്റ് ശേഷം 2 സ്ഥാനം വരുന്ന രീതിയിൽ നമ്മൾ എഴുതണം. ഈ 1 ഇവിടെ നിന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുക്കുക. പ്ലസ് ഇവിടെ 0.001. ഇനി ആഡ് ചെയ്യാം. 1 + 0.1 + 0.01 + 0.001. ആൻസർ പറയൂ. ഞാൻ പ്ലസ് ചെയ്യാനല്ലേ? ആണ്. ഉറക്കത്തിൽ നിന്ന് എണിച്ചോ നീ?
അമ്മ എണിപ്പിച്ചു വിട്ടോ? ഇല്ല. നീ തന്നെ എണിച്ചോ? പ്ലസ് ചെയ്ത് പറയും. ഇവിടെ പ്ലസ് അല്ലേ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ. വൺ പോയിന്റ് വൺ വൺ വൺ. 1.111 കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ അതോടുകൂടി നമുക്ക് നിർത്താം കേട്ടോ. 15 ഈസി 50. The simplification of ഇന്നലെയും ഇന്നും സിംപ്ലിഫിക്കേഷനിൽ എടുത്ത ക്വസ്റ്റ്യനും പിന്നെ ഏരിയ പെരിമീറ്ററിൽ എടുത്ത ക്വസ്റ്റ്യനും ഇന്ന് വൈകുന്നേരം ഞാൻ ടെസ്റ്റ് തരുന്നുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ടെസ്റ്റിൻ്റെ ശേഷം ഒരു ക്ലാസ്സും കാണാം 7:30 to 9. റെഡി ആയിട്ടിരിക്കണേ. 7:30 to 9 അല്ലെങ്കിൽ 7:30 to 8:30 വരെയെങ്കിലും ഞാൻ വയ്ക്കുന്നുണ്ടാവും. മാക്സിമം വയ്ക്കുന്നുണ്ടാവും. സോ റെഡി ആയിട്ടിരിക്കൂ. ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കൂ കേട്ടോ. നമുക്ക് പോർഷൻസ് വേഗം തീർക്കണമല്ലോ. വേഗം ചെയ്താൽ ഇതോടുകൂടി നമുക്ക് നിർത്താം. ഇത് 1995 ചോദിച്ച ക്വസ്റ്റ്യനാണ്. മിസ്സേ ഇതൊക്കെ പഠിക്കണം ചോദിച്ചാൽ ആണ് പഠിക്കണം. ആണോ? ചെയ്യാം. 10 + 4 ഡിവിഷൻ 2 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. -3 × 2 + 4 ഡിവിഷൻ 2 അഗൈൻ 2 കിട്ടും. × 2 -4. ഇനി ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 10 + 2 -3 2s are 6 +2 2s are 4 -4. +4ഉം -4ഉം ക്യാൻസൽ ആവും. ഒരു പോസിറ്റീവ് 4ൻ്റെ കൂടെ ഒരു നെഗറ്റീവ് 4 ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടുത്തായാലും ദൂരെ ആയാലും ഒക്കെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് 10 + 2 12 12 - 6 6ആണല്ലോ ആൻസർ. ഓക്കെ, സോ ചെയ്ത് നോക്കൂ. 6ആണ് ആൻസർ കിട്ടുക. ഓക്കെ, സോ ഇന്നത്തെ ക്വസ്റ്റ്യനും വീഡിയോ കണ്ട് എഴുതിയെടുക്കുക. ഞാൻ PDF അയച്ചു തരില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ സേവ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഉണ്ടാവില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ നിങ്ങൾ തന്നെ വീഡിയോ നോക്കിയിട്ട് എഴുതിയെടുത്തതിന് ശേഷം ടെസ്റ്റ് എഴുതിക്കോളൂ. വൈകുന്നേരം ഞാൻ 5 ക്വസ്റ്റ്യൻ തരും.
5 ക്വസ്റ്റ്യൻ ഇന്നലെ ഇന്നും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ടെസ്റ്റ് എഴുതിയിട്ട് അയച്ചാൽ മതി. പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ 7:30 തൊട്ട് 9 അല്ലെങ്കിൽ 7:30 തൊട്ട് 8 വരെയോ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ശരി, അപ്പോൾ ബൈ.